എമ്പുരാൻ നാളെ റിലീസിനെത്തുന്നു. മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രമെത്തുന്നത് കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത വൻപൻ റിലീസായിട്ടാണ്. 2019 മാർച്ച് 28 റിലീസ് ചെയ്ത ആദ്യ ഭാഗം ലൂസിഫറിന് ശേഷം 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് രണ്ടാം ഭാഗം എത്തുമ്പോൾ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സിനിമയിൽ കേരളത്തെ രക്ഷിക്കുന്ന ചെകുത്താൻ എത്താനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. യാഥാർത്ഥ്യത്തിൽ കേരളത്തിലെ തിയേറ്ററുകളെ രക്ഷിക്കാൻ മലയാളത്തിന്റെ മോഹൻലാൽ എത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും തിയേറ്റർ ഉടമകളും. 2 മാസത്തോളം ഉറങ്ങിക്കിടന്ന മലയാള സിനിമയുടെ മുന്നിലേക്ക് എമ്പുരാൻ എത്തുമ്പോൾ തിയേറ്റർ ബുക്കിംഗ് കണ്ട് ആശ്വാസത്തിലാണ് തിയേറ്റർ ഉടമകൾ. തിരുത്തിയ റെക്കോർഡുകൾ മലയാള സിനിമയുടേത് മാത്രമല്ല, ഖാൻമാരും തെലുങ്ക് സിനിമയും നിലവിൽ അടക്കി ഭരിക്കുന്ന ഇന്ത്യൻ സിനിമാ റെക്കോർഡുകൾ കൂടിയാണ്. 2019 മാർച്ച് 28 ലൂസിഫർ റിലീസായ ദിനം. അന്ന് വരെ മലയാള സിനിമ കണ്ട മാസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഇറങ്ങിയ ചിത്രത്തെ മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ലോകവും ആ സ്വീകരണത്തിന്റെ ഭാഗമായി. ഇന്ത്യക്ക് പുറത്ത് 50 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായി ലൂസിഫർ മാറി. ലൂസിഫറിന്റെ 50ാം ദിന ആഘോഷ ചടങ്ങിൽ ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ ആവേശം ആകാശത്തോളം എത്തി. പിന്നാലെ കാത്തിരിപ്പ് ആരംഭിക്കാൻ തുടങ്ങി. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ സ്റ്റീഫൻ നെടുമ്പള്ളിയെയും ഖുറേഷി എബ്രഹാമിനെയും ഇരു കൈ നീട്ടി മാത്രമല്ല, നെഞ്ചിൽ ചേർത്ത് പിടിച്ചു മലയാളികൾ. ലൂസിഫർ റിലീസിന് ശേഷം പൃഥ്വിരാജിന്റെ ഓരോ അഭിമുഖത്തിലും രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എത്തിത്തുടങ്ങി. അങ്ങനെ 2023 ഒക്ടോബർ 5 എമ്പുരാൻ ഷൂട്ടിംഗ് ആരംഭിച്ചു. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിൽ നിന്നുള്ള ബ്രഹ്മാണ്ഡ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്ന പ്രത്യേകതയോടുകൂടിയാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ആടുജീവിതത്തിന്റെ റിലീസ് സമയത്ത് പോലും എമ്പുരാൻ ഷൂട്ട് എന്തായി എന്നുള്ള ചോദ്യങ്ങൾ വന്നു. ഒടുവിൽ ചിത്രത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പോലും പ്രതിസന്ധികൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. നിർമ്മാതാക്കളുടെ പത്രസമ്മേളനം, ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ എമ്പുരാന്റെ ബഡ്ജറ്റ് പുറത്തുവിട്ടെന്ന പേരിൽ പരസ്യപ്പോര്, സിനിമയുടെ റിലീസ് തടയാനായി ഫിലിം ചേംബറിന്റെ ചരട് നീക്കങ്ങൾ, അവസാന നിമിഷം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പിന്മാറ്റം, പകരം ശ്രീഗോകുലം മൂവീസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ അതീവ പ്രതിസന്ധിയിൽ നിന്ന് എമ്പുരാൻ ഒടുവിൽ പറഞ്ഞ ദിവസം തന്നെ റിലീസിനെത്തുകയാണ്. ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന പ്രൊമോഷൻസ്, ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും പൃഥ്വിരാജ് മോഹൻലാൽ അഭിമുഖങ്ങളും പത്രസമ്മേളനങ്ങളും വൈറലോട് വൈറൽ. ബുക്കിംഗിൽ തീർത്തത് ചരിത്രങ്ങളാണ്. ബുക്ക് മൈ ഷോ വഴി ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡിനൊപ്പം ആദ്യ 24 മണിക്കൂറിലും ബുക്ക് മൈ ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും തീർത്തു. പിന്നിലാക്കിയത് കൽക്കി എന്ന ചിത്രത്തിന്റെ റെക്കോർഡായിരുന്നു. കേരളത്തിലെ ആദ്യ ദിന കളക്ഷൻ വിജയ് ചിത്രം ലിയോയിൽ നിന്ന് തട്ടിയെടുക്കാൻ ഒരുങ്ങുക കൂടിയാണ് എമ്പുരാൻ. എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ മാറുന്നത് മലയാള സിനിമയാണ്. അതിർത്തികൾ ഇല്ലാതാകുന്നത് ഇന്ത്യൻ സിനിമയുടേതും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18.